നമസ്കാരം. പെൻഷൻ ആ വാക്ക് കേൾക്കുമ്പോൾ തന്നെ ഒരു 40-45 കഴിഞ്ഞ ഓരോ വ്യക്തികളും വളരെ ആകാംക്ഷയോടെ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വാക്കാണ്. കാരണം നമ്മളുടെ റിട്ടയർമെന്റ് എന്ന് പറയുന്നത് ലൈഫിൽ ഒരു വ്യക്തിക്കും ഒഴിവാക്കാൻ സാധിക്കാത്ത ഒന്ന് തന്നെ. അതുകൊണ്ട് തന്നെ റിട്ടയർമെന്റ് ലൈഫിൽ വരുമാനം ഇല്ലാതെ മുന്നോട്ട് പോകുന്ന വ്യക്തിയാണെങ്കിൽ അതൊരു ഉൾക്കിടലമായിട്ടാണ് ഓരോ വ്യക്തികളുടെയും മനസ്സിൽ നിൽക്കുന്നത്. ജീവിതത്തിന്റെ ഏറ്റവും താഴെ തട്ടിൽ നിന്ന് വളർന്നു വന്ന് നല്ല വരുമാനത്തിൽ ജീവിച്ച് പിന്നീട് വരുമാനം ഇല്ലാത്ത ഒരു അവസ്ഥ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലരെ സംബന്ധിച്ചോളം ഓർക്കാൻ തന്നെ ഇഷ്ടപ്പെടാത്ത ഒരു കാര്യമാണ്. നമുക്കറിയാം, കുറെ സമ്പാദ്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടായിരിക്കാം, അതില്ലാത്ത വ്യക്തികളുണ്ടായിരിക്കാം. പക്ഷെ വരുമാനം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമുക്ക് എടുത്ത് ചെലവാക്കാൻ പറ്റുന്ന രീതിയിൽ എല്ലാ മാസവും പെൻഷൻ ആയി കിട്ടുന്ന വ്യക്തികൾ വളരെ കുറച്ചു മാത്രമാണ് നമുക്കിടയിലുള്ളത്. അങ്ങനെ കിട്ടുന്നവർ തന്നെ പലപ്പോഴും പല കാര്യങ്ങളിലും ധർമ്മസങ്കടത്തിലാണ്. കാരണം കിട്ടിക്കൊണ്ടിരിക്കുന്ന വരുമാനം പെട്ടെന്ന് പകുതിയോ അല്ലെങ്കിൽ അതിലും താഴെയോ ആയിട്ട് മാറുന്ന സമയത്ത് നമ്മുടെ ചെലവുകളൊന്നും തന്നെ നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കുന്നില്ല. കാരണം ഓരോ മാസം കഴിയുന്തോറും ചെലവ് കൂടി വരികയാണ്. അത് കുറയ്ക്കാൻ സാധിക്കാതെ വരികയും വരുമാനം നേരെ പകുതിയിലേക്ക് വരുമ്പോൾ ചെയ്യുമ്പോൾ അത് മാനസികമായിട്ടും ശാരീരികമായിട്ടും പല വ്യക്തികളെ തളർത്തുന്നുണ്ട്. അത് വരുമാനമുള്ള ഒരു വ്യക്തിയുടെ സ്ഥിതിയാണെങ്കിൽ അതില്ലാത്ത വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അതിനേക്കാൾ ഭീകരമാണ് അവിടെ അങ്ങോട്ടുള്ള കാഴ്ചകൾ. ഇവിടെ പല വ്യക്തികളെയും എടുത്തു നോക്കുന്ന സമയത്ത് അവര് ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് വരുമാനം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സമയങ്ങളിൽ വലിയ രാജാവിനെ പോലെ ജീവിച്ച വ്യക്തികള് പിന്നീട് വരുമാനം നിൽക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള അസുഖങ്ങളോ അപകടങ്ങളോ വന്നു കഴിഞ്ഞ് ജോലിക്ക് പോകാൻ സാധിക്കാതെ വരുന്ന ഒരു കണ്ടീഷനില് സ്വന്തമായിട്ട് വരുമാനം എടുക്കാനില്ലാത്ത ഒരു കണ്ടീഷനില് മുന്നോട്ട് പോകാന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഭയാനകമായിട്ടുള്ള കാര്യമാണ്. ഒരുപക്ഷെ വീട്ടില് ഭാര്യയോ മക്കളോ അല്ലെങ്കിൽ ആരാണോ വരുമാനം കൊണ്ടുവരുന്നത് അവര് നമ്മളുടെ ആവശ്യങ്ങളെല്ലാം നടത്തി തരുന്നുണ്ടായിരിക്കാം. പക്ഷെ ഒരു മൊബൈൽ റീചാർജ് ചെയ്യുക എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തമായിട്ട് എല്ലാ മാസവും നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങളാണെങ്കിൽ നമ്മുടെ സ്വന്തം പോക്കറ്റിൽ നിന്ന് എടുത്ത് ചെയ്യുന്നതും മറ്റൊരാളോട് ചോദിക്കുന്നതും രണ്ടാണ്. ഇനി ഒരു വാഹനമുള്ള വ്യക്തിയാണെങ്കിൽ അദ്ദേഹത്തിന് പെട്രോൾ അടിക്കാൻ എപ്പോ വേണമെങ്കിലും സ്വന്തം പോക്കറ്റിലുണ്ടെങ്കിൽ അവനവന്റെ ഇഷ്ടത്തിന് ആഗ്രഹത്തിന് അനുസരിച്ച് പോയി എടുത്തടിക്കാം. ഇതുപോലെ നമുക്ക് സ്വന്തമായിട്ട് ഒരു ആശുപത്രിയിൽ പോകേണ്ട ഒരു ആവശ്യം വരികയാണ്. ഇങ്ങനെ നിത്യനിദാനമായിട്ട് ഒരുപാട് ആവശ്യങ്ങൾ നമ്മുടെ കയ്യിൽ നമുക്ക് വരുന്നുണ്ട്. അപ്പൊ ഇത്തരം സാഹചര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് നമുക്കറിയാം, ഒരു റിട്ടയർമെന്റ് ഏജ് എന്നൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ മക്കളുടെ മക്കളും പേരക്കുട്ടികളൊക്കെ ആയിട്ട് ഇരിക്കുന്ന സമയമായിരിക്കാം. പേരക്കുട്ടികൾ വീട്ടിലേക്ക് വിരുന്ന് വരുന്ന സമയത്ത് അവർക്കൊരു മധുര പലഹാരം വാങ്ങിക്കൊടുക്കാനോ അല്ലെങ്കിൽ അവർക്ക് നല്ലൊരു ഉടുപ്പ് വാങ്ങിക്കൊടുക്കാനോ പല രക്ഷിതാക്കൾക്കും അല്ലെങ്കിൽ പല മുതിർന്ന വ്യക്തികൾക്കും സാധിക്കുന്നില്ല എന്നുള്ളത് വളരെ ദയനീയമായിട്ടുള്ള ഒരു കാര്യമാണ്. അങ്ങനെ ജീവിതത്തിന്റെ ഏറ്റവും നല്ല കാലം വളരെ നല്ല രീതിയിൽ കഴിയുകയും റിട്ടയർമെന്റ് എന്ന് പറഞ്ഞ് എൻജോയ് ചെയ്ത് മുന്നോട്ട് പോകേണ്ട സാഹചര്യത്തിൽ അത് സാധിക്കാതെ വരികയും ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് ഇനി ഉള്ള വ്യക്തികൾക്കെങ്കിലും സാധിക്കാതിരിക്കണമെങ്കിൽ അവർക്ക് ചെയ്യാൻ പറ്റുന്ന ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത്, എന്നാണോ ജോലി കിട്ടുന്നത്, ഇനി എന്നെ കേൾക്കുന്ന വ്യക്തികളുടെ ജോലി കിട്ടി ചിലപ്പോൾ 10-15 വർഷം വർക്ക് ചെയ്തിട്ടുള്ള വ്യക്തികളാണോ അവരാണെങ്കിലും ഇന്ന് തന്നെ നിങ്ങളുടെ വരുമാനത്തിന്റെ ഒരു ഭാഗം പെൻഷൻ പ്ലാനിലേക്ക് മാറ്റിവെക്കാൻ നോക്കുക. കാരണം അങ്ങനെ പെൻഷൻ പ്ലാനിലേക്ക് നമ്മൾ മാറ്റിവെക്കുമ്പോൾ അത് മാറ്റിവെക്കുന്ന ഒരു ദിവസം 100 രൂപയാണെങ്കിൽ പോലും, ഇനി അതിൽ കുറവും കൂടുതലൊക്കെ ആവാം, 100 രൂപയാണെങ്കിൽ പോലും അത് നമുക്കൊരു അസറ്റാണ്. കാരണം ഇന്ന് നമ്മുടെ ഏജ് 20, 30, 40, 50, 55 ആയിക്കോട്ടെ, നമ്മൾ ഇന്ന് മുതൽ നമുക്ക് എത്ര വയസ്സിലാണോ നമുക്ക് ഒരു റിട്ടയർമെന്റ് കിട്ടേണ്ടത് എന്നുള്ളത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന ആ സമയം മുതലും നമ്മുടെ ലൈഫ് ടൈം നമുക്ക് എല്ലാ മാസവും നമ്മൾ നിക്ഷേപിക്കുന്നതിന് ആനുപാതികമായിട്ടുള്ള ഒരു തുക ഓരോ മാസം 1-ാം തീയതി എന്നുണ്ടെങ്കിൽ നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുന്നുണ്ട്. അത് മാസം കിട്ടുന്നത് നമുക്ക് 5000 രൂപയ്ക്ക് കണക്കാക്കിയിട്ടുള്ള രീതിയിലാണോ നിങ്ങൾ ചെയ്ത് അത് കിട്ടും, 10000 രൂപയ്ക്കാണോ അത് കിട്ടും, 15000 രൂപയ്ക്കാണോ, 20000 രൂപയ്ക്കാണോ, 1 ലക്ഷം രൂപയ്ക്കാണോ, 10 ലക്ഷം രൂപയാണോ, എത്രയാണോ നമ്മൾ മാസം നമ്മൾ നിശ്ചയിക്കുന്നെങ്കിൽ അതിന് ആനുപാതികമായിട്ടുള്ള എമൗണ്ട് ഓരോ മാസവും നമ്മുടെ അക്കൗണ്ടിലേക്ക് വരും. അപ്പൊ അതിന് പറ്റുന്ന ഏറ്റവും നല്ല
പദ്ധതികളിൽ ഒന്നാണ് LICയുടെ പെൻഷൻ പദ്ധതികൾ. വ്യത്യസ്ത തരത്തിലുള്ള പെൻഷൻ പദ്ധതികൾ ഇന്ന് LICയിലുണ്ട്. നമുക്കറിയാം, റിട്ടയർഡ് ആവുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവരൊരു ബൾക്ക് എമൗണ്ട് ഇട്ടുകൊണ്ട് അന്ന് മുതൽ അവരുടെ ജീവിതകാലം മുഴുവൻ പെൻഷൻ വാങ്ങാൻ പറ്റുന്ന രീതിയിൽ എടുക്കാൻ പറ്റിയതുണ്ട്. ഇനി അവരുടെ ജീവിത പങ്കാളികളുടെ രണ്ടുപേരുടെ ജീവിതകാലം മുഴുവൻ പെൻഷൻ വാങ്ങാൻ പറ്റുന്ന രീതിയിലുള്ള പദ്ധതികളുണ്ട്. ഇനി ഈ രണ്ടുപേരും ജീവിതകാലം മുഴുവൻ പെൻഷൻ വാങ്ങി അതിനുശേഷം അവകാശികൾക്ക് ആ നിക്ഷേപിച്ച തുക തിരികെ കൊടുക്കുന്ന രീതിയിലുള്ള പദ്ധതികളുണ്ട്. ഇനി ഓരോ കാലഘട്ടങ്ങൾക്കനുസരിച്ച്, അതായത് നമ്മൾ അടുത്ത മാസം മുതൽ കിട്ടാൻ പറ്റുന്നുണ്ട്, അടുത്ത വർഷം മുതൽ കിട്ടാൻ പറ്റുന്നുണ്ട്, 2 വർഷം 3 വർഷം അങ്ങനെ 12 വർഷം വരെ നമുക്ക് ഒരു നിശ്ചിത കാലയളവ് വെച്ചുകൊണ്ട് നമുക്ക് പെൻഷൻ കിട്ടാൻ പറ്റുന്ന രീതിയിലുള്ള പദ്ധതികൾ ഒറ്റത്തവണ നിക്ഷേപിച്ചുകൊണ്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇനി അതോടൊപ്പം തന്നെ യൂലിപ്പുകളിൽ നിക്ഷേപിച്ചുകൊണ്ട് പെൻഷൻ പ്ലസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്ലാനിൽ നിക്ഷേപിച്ചുകൊണ്ട് ജീവിതകാലം മുഴുവൻ നമുക്ക് പെൻഷൻ വാങ്ങാൻ പറ്റുന്ന രീതിയിലുള്ള പദ്ധതികളുണ്ട്. ഇനി റെഗുലർ ആയിട്ട് അടച്ചുകൊണ്ട് 5 കൊല്ലത്തേക്കോ 10 കൊല്ലത്തേക്കോ 15 കൊല്ലത്തേക്കോ അങ്ങനെ 30 കൊല്ലം വരെയൊക്കെ നമുക്ക് അടയ്ക്കാൻ പറ്റുന്ന രീതിയിലുള്ള റെഗുലർ ആയിട്ട് അടച്ചുകൊണ്ട് നമ്മൾ ഈ അടയ്ക്കുന്ന എമൗണ്ട് അതിന്റെ ബോണസും കൂടെ കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ട് അതിന്റെ നിശ്ചിത തുക നമുക്ക് ഓരോ മാസവും നമുക്ക് റിട്ടേൺ കിട്ടാൻ പറ്റുന്ന രീതിയിലുണ്ട്. അത് മാസത്തിലാവാം, ക്വാർട്ടർലി ആവാം, ഹാഫ് ഇയർലി ആവാം, ഇയർലി ആവാം, അതിനൊക്കെ പറ്റുന്ന വിവിധ തരത്തിലുള്ള നിക്ഷേപ പദ്ധതികളുണ്ട്. ഇവിടെ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, പെൻഷൻ എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ്. നിങ്ങൾ ഇന്ന് തന്നെ നിങ്ങളുടെ പെൻഷൻ എന്ന് പറയുന്നത് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് എനിക്ക് ആദ്യം തന്നെ പറയാനുള്ള കാര്യം. അത് ചെറുതോ വലുതാവട്ടെ, നമ്മുടേതായിട്ടുള്ള ഒരു പണം ഓരോ മാസവും 1-ാം തീയതി എന്നുണ്ടെങ്കിൽ നമ്മുടെ അക്കൗണ്ടിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് രണ്ടാമതൊരു വ്യക്തി നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കും. ഇനി 10-15 വർഷം കഴിഞ്ഞ സമയത്ത് നമുക്ക് എന്തെങ്കിലും പെട്ടെന്നൊരു അസുഖമോ അപകടമോ സംഭവിച്ചു, പെട്ടെന്ന് നമുക്ക് മക്കളോ അല്ലെങ്കിൽ ബാക്കിയുള്ള വ്യക്തികൾ നമ്മുടെ അടുത്തില്ലെങ്കിൽ, വഴിയിൽ കൂടെ പോകുന്ന ഒരു വ്യക്തിയാണെങ്കിൽ പോലും നമ്മുടെ പോക്കറ്റിൽ പണം ഉണ്ടെങ്കിൽ ജസ്റ്റ് എന്നെ ഒരു ഓട്ടോയിൽ കയറ്റി വിടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത് നിഷ്പ്രയാസം കഴിയും. അതേസമയത്ത് നമ്മുടെ പോക്കറ്റിൽ പൈസ ഇല്ല, നമുക്ക് യാത്ര ചെയ്യാനും പറ്റാത്തൊരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ വളരെയധികം നമ്മൾ ബുദ്ധിമുട്ടും. അപ്പൊ അത്തരം സാഹചര്യങ്ങൾ വരാതിരിക്കാൻ നിങ്ങളുടെ പെൻഷൻ പദ്ധതികൾ ഇന്ന് തന്നെ ഉറപ്പുവരുത്തുക. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിങ്ങളുടെ മനസ്സിലേക്ക് ഏതെങ്കിലും ഒരു പോയിന്റ് സ്പർശിച്ചു എന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന കമന്റിൽ നിങ്ങൾക്ക് രേഖപ്പെടുത്താം. നിങ്ങൾക്ക് പ്രയോജനപ്പെട്ട കാര്യങ്ങൾ അല്ലെങ്കിൽ ഇനി പ്രയോജനപ്പെടേണ്ട കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾ താഴെ കമന്റിൽ രേഖപ്പെടുത്തി കഴിഞ്ഞാൽ അടുത്ത ഒരു വിഷയവുമായിട്ട് വരുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ വാക്കുകൾക്ക് വളരെയധികം വില നൽകിക്കൊണ്ടായിരിക്കും. ആ ഒരു വിഷയത്തെ സംബന്ധിച്ചായിരിക്കും കൂടുതൽ പറയുന്നത്. മാത്രമല്ല, പെൻഷൻ പ്ലാനുകളെ കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന എൻ്റെ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ഡീറ്റെയിൽ ആയിട്ട് തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. താങ്ക് യു.